സർക്കാർ ഭൂമി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയില്ല എന്നാരോപിച്ച് പാലാ സിവിൽ സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി മരങ്ങാട്ടുപള്ളി കുര്യനാട് സ്വദേശി ജോജി ജോൺ. മരങ്ങാട്ടുപള്ളി 2-ാം വാർഡിൽ ഉൾപ്പെട്ട വർഷങ്ങളായി സർക്കാരിൻ്റെ പേരിലുള്ള ഭൂമിയാണ് ഇതുവരെയും പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ജോജി ആരോപിക്കുന്നത്. 2023 മീൻസ് തഹസിൽദാരുടെ ഭൂരേഖ നടപടിക്രമ പ്രകാരമുള്ള ഒരു ഫയലാണ്. ഈ ഫയലിൻ്റെ പേര് D4983/2018. ഈ ഫയലുകൾ അനക്കം വെക്കാതെ ഇരുന്നപ്പോഴാണ് ഇവിടെ നവകേരള സദസ് വന്നത്. അന്ന് ഞാനൊരു പരാതി കൊടുത്തു. ആ പരാതി ഇങ്ങനെ നീണ്ടുപോവുക ചെയ്ത് അനുകൂലമായിട്ട് വന്നില്ല. പിന്നീട് ഇവിടെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഇവിടെ താലൂക്ക് അദാലത്ത് വന്നു. അന്ന് എനിക്ക് ആ താലൂക്ക് അദാലത്തിൽ എനിക്ക് വിധിയുണ്ടായി. 13/12/24 തീയതി നടന്ന താലൂക്ക് അദാലത്തിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് സെക്രട്ടറി സഹകരണ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വഴി ആസ്തി രജിസ്റ്ററിൽ ചേർക്കാൻ ഓർഡർ ആയതാണ്. ആ ഇത് ഓർഡർ ആക്കണമെങ്കിൽ ഇവിടുന്ന് തഹസീൽദാരുടെ ഇവിടുന്ന് റിപ്പോർട്ട് വന്ന് സർവേയർ അളന്ന് പഞ്ചായത്തിന് കൊടുക്കേണ്ടതാണ്. പഞ്ചായത്തിന് ഒരു പ്രാവശ്യം അവിടെ അളക്കാനായിട്ട് ആൾ വന്നു. എന്നിട്ട് ആൾക്കാർ വന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ച് പഞ്ചായത്ത് വന്നില്ലെന്നും പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ചോട്ട് പോയത്. ഞങ്ങളെല്ലാ കക്ഷികളും അവിടെ വന്നിരുന്നതാണ്. എന്നിട്ട് ഇവിടെ ഞാൻ പിന്നെയും ഇങ്ങനെ ഓടി നടന്നിട്ട് നടക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് വിവരാവകാശ മേടിച്ച റെക്കോർഡിൽ പറയുന്നു അവിടെ വന്ന് സ്ഥല ഉടമകൾ ആരും വരാത്തത് കൊണ്ട് ഇത് നടത്തുന്നത്. ഞങ്ങൾ സ്ഥല ഉടമകളെല്ലാം വന്നതാ എന്ന് പറഞ്ഞാൽ ആ ആൾ ഇവിടുന്ന് ആ സർവേർ ഇവിടുന്ന് സ്ഥലം മാറി പോയി കഴിഞ്ഞു. വീണ്ടും ഇവിടെ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പം ടോട്ടൽ ഈ വിധി ഉണ്ടായിട്ട് 17 മാസം കഴിഞ്ഞു. അതുകൊണ്ട് ഉടൻ തന്നെ ഈ D1149/83/18 ഫയലിൽ തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം ഇരിക്കുന്നത്. 7ഓളം കുടുംബങ്ങൾ ഇപ്പോൾ ഈ സ്ഥലം നടപ്പ് വഴിയായി ഉപയോഗിക്കുകയാണ്. പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി ഈ വഴി കൂടുതൽ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജോജിയുടെ ആവശ്യം. അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഒറ്റയാൾ സമരവുമായി ജോജി രംഗത്തെത്തിയത്. വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് പരാതി.